നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. ത്യാഗത്തിന്റെ ഓർമ്മകൾ ഉണർത്തി മുസ്ലിം ജനത ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. ലീഗ് നേതാവിനോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ സംഘർഷം. ഫോറസ്റ്റ് ഓഫീസിന് മുകളിൽ വീണ മരം മാസങ്ങൾ കഴിഞ്ഞിട്ടും മുറിച്ചു നീക്കാൻ നടപടിയായില്ല. ഇടുക്കി ജില്ലയിലെ PSC വർക്ക് സൂപ്രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ഒഴിവാക്കി ഇടുക്കി പാക്കേജ് നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. മൂവാറ്റുപുഴയിൽ ഷാരോം ഫെസ്റ്റിവൽ നടന്നു. മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് കച്ചിറമറ്റം ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ നടത്തി. കാരിക്കോട് നൈനാര് പള്ളിയിൽ നടന്ന ഈദ്ഗാഹിന് MSM മൂസ നജ്മി നേതൃത്വം നൽകി. ബലിപ്പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ ജ്യോതി ബസാറിന് സമീപമുള്ള ടാക്സി സ്റ്റാൻഡിൽ ഈദ്ഗാഹ് നടത്തി. ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദ്ഗാഹിന് തൊടുപുഴ മദീന മസ്ജിദ് ഇമാം ഹാഫിസ് ജുനൈസ് മൗലവി നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹീം الدين إياك نستعين. الله أكبر. الله أكبر. കേരള നദ്വത്തുൽ മുജാഹിദീൻ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമ്മങ്കല്ല് BTM LP സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് നടത്തി. ഷിഹാബ് സൊലാഹി നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ ഈദ്ഗാഹിൽ പങ്കെടുത്തു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ലിമൻ ഹമിദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി മങ്ങാട്ട് കവലയിൽ ഈദ്ഗാഹ് നടത്തി. കേരള നദ്വത്തുൽ മുജാഹിദീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിനോടനുബന്ധിച്ച് ഫൗക്കത്ത് അലി അൻസാരിയുടെ പ്രഭാഷണവും നടന്നു. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن. സർവചരാചര സൃഷ്ടികളുടെ സൃഷ്ടികർത്താവുമായ പടച്ച തമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് തൊടുപുഴയിൽ അച്ഛനും മകളും ആശുപത്രിയിലായി. വ്യാഴാഴ്ച രാത്രി തൊടുപുഴയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഇടുക്കി കുഞ്ചിത്തണ്ണി സ്വദേശിയായ ടൈറ്റസ്, മകൾ 8 വയസ്സുള്ള സന്ന എന്നിവരെയാണ് വെള്ളിയാഴ്ച രാവിലെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്വേഷണം വേണം. ലീഗ് നേതാവിനോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ സംഘർഷം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂറിന്റെ മകന് ബൈക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോകുന്നതിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുവാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂറിനോട് SI അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ലീഗ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. SIക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് CI ഉറപ്പു നൽകിയതിനു ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ഷുക്കൂറിന്റെ മകൻ അൻവർ ഷമീർ തന്റെ ബൈക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോകാൻ NOC ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. എന്നാൽ തൊടുപുഴ ടൗൺ പള്ളിയിൽ വചനപ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ബ്രദർ ഫ്രാൻസിസ് നിലമ്പൂർ നേതൃത്വം നൽകി. ആഴമായ ഒരു വിശ്വാസം, അതായത് ഗർഭധാരണത്തിന് വേണ്ട ശക്തി സാറ സംഭരിച്ചതുപോലെ ഒരു വിശ്വാസം സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളൊരു സംഭവം പറയാം. അതായത് എൻ്റെ വീട്ടിനടുത്ത് ഒരു ചേട്ടത്തി ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളോട് പറയാം. ഒരു ചേട്ടത്തി വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ പശുവിന് ചെന പിടിക്കുന്നില്ല, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും. പശുവിന് പ്രാർത്ഥിച്ചാൽ ചെന പിടിക്കൂ. ഞാൻ ആ ചേട്ടത്തിയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ചേട്ടത്തി എല്ലാം കുത്തിവെക്കാൻ പറ്റും. അപ്പൊ ചേട്ടത്തിനോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ കുത്തിവെപ്പും കഴിഞ്ഞു. ഫോറസ്റ്റ് ഓഫീസിന് മുകളിൽ വീണ മരം മാസങ്ങൾ കഴിഞ്ഞിട്ടും മുറിച്ചു നീക്കിയില്ലെന്ന് ആരോപണം. കുളമാവ് ഫോറസ്റ്റ് സെക്ഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന പൂമാല ഫോറസ്റ്റ് ഓഫീസിന് മുകളിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് മുറിച്ചു മാറ്റാനോ ഓഫീസിന്റെ കേടുപാടുകൾ തീർക്കാനോ അധികൃതർ ശ്രമിച്ചിട്ടില്ല. വർഷങ്ങളായി ഈ ഓഫീസിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിട്ടുള്ള തടികൾ മഴയിലും വെയിലിലും നശിച്ച് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് പാഴായിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേസമയം മരം മുറിക്കുന്നതിനും കെട്ടിടം പുതുക്കിപ്പണിയുന്നതിനും മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പൂമാല ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഉണ്ടായ കാറ്റിലും മഴയിലും പെട്ടിട്ടാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുകളിൽ ഈ മരം വീണിരിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഇവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസ് ഇപ്പോൾ അപ്പുറയുള്ള ആ ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് മാത്രമായി ഒതുങ്ങേണ്ട ഒരു സാഹചര്യവും, ഒപ്പം തന്നെ ഏകദേശം ഒരു ഫോറസ്റ്റും 5 ഗാർഡ് വാച്ചർ 2 വാച്ചർമാർ ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനം നിലച്ചു പോകേണ്ട ഒരു സാധ്യതയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കരിങ്കല്ല് കെട്ടി ഉയർത്തിയ കെട്ടിടം വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഉൾപ്പെടെ കുളമാവ് ഡിവിഷൻ വരെ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കളങ്കം തർക്കങ്ങൾ അവസാനിപ്പിച്ച് കൂറ്റൻ തേക്ക് കണ്ടെത്തി. ഇടമലയാർ റിസർവോയറിന് സമീപത്താണ് ഈ വൃക്ഷരാജനെ കണ്ടെത്തിയത്. പ്രകൃതി സ്നേഹികൾക്കായി വീണ്ടും ഒരു പുതിയ വൃക്ഷരാജൻ. 765 സെന്റിമീറ്റർ വണ്ണവും 40 മീറ്റർ ഉയരവുമുള്ള പുതിയ വൃക്ഷരാജനെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ തുണ്ടത്തിൽ റേഞ്ചിലെ റേപ്ര വെള്ളച്ചാട്ടത്തിനു സമീപമാണ് കണ്ടെത്തിയത്. ഈറ്റവെട്ട് തൊഴിലാളികളാണ് ഇത്തവണയും പുതിയ കൂറ്റൻ തേക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ഇടമലയാർ റിസർവോയറിന് സമീപത്തായി കാട്ടിൽ ഏകദേശം 100 മീറ്ററോളം ഉൾഭാഗത്താണ് വൃക്ഷരാജിന്റെ നിൽപ്പ്. ഇതിനു മുൻപ് മലയാറ്റൂർ ഡിവിഷനിലെ ഇടമലയാർ റേഞ്ചിലെ കപ്പായം ആദിവാസി കുടിക്ക് സമീപം നാരങ്ങാത്തറ ഭാഗത്തെ 740 സെന്റിമീറ്റർ വണ്ണമുള്ള തേക്കിനായിരുന്നു വലിപ്പത്തിൽ 1ാം സ്ഥാനം. അതല്ല 648 സെന്റിമീറ്റർ വണ്ണവും 48 മീറ്റർ ഉയരവുമുള്ള പറമ്പിക്കുളത്തെ കണ്ണിമര തേക്കാണെന്നും തർക്കമുണ്ടായിരുന്നു. ഏതായാലും പുതിയ വൃക്ഷരാജന്റെ വരവോടുകൂടി ആ തർക്കവും അവസാനിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ കൃഷി മണ്ണ് സംരക്ഷണം വകുപ്പിൽ വർക്ക് സൂപ്രണ്ട് തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ഒഴിവാക്കി ഇടുക്കി പാക്കേജ് നടപ്പിലാക്കുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2011 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്നും മാത്രമാണ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. നിലവിലുള്ള പദ്ധതികൾക്ക് വരെ വർക്ക് സൂപ്രണ്ട്മാരുടെ കുറവുള്ള സാഹചര്യത്തിൽ പുതിയ പദ്ധതികൾക്ക് വേണ്ടി ജീവനക്കാരെ പുനർവിന്യസിക്കാനുള്ള ശ്രമം പദ്ധതി അട്ടിമറിക്കുന്നതാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് PT പ്രകാശ്, സെക്രട്ടറി VM അമ്പിളി, PT ഗിരീഷ് കുമാർ, ജോസ് ജയൻ എന്നിവർ പങ്കെടുത്തു. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ
വർക്ക് സൂപ്രണ്ട് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളാണ്. അപ്പോൾ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഏകദേശം 40ഓളം വർക്ക് സൂപ്രണ്ടുമാരുടെ ഒഴിവ് ഇടുക്കി ജില്ലയിൽ മാത്രം ഉണ്ടെന്നാണ് അറിവ്. എന്നാൽ ഞങ്ങളുടെ ഈ ആളുകളുടെ ഇടയിൽ നിന്നും വളരെ തുച്ഛമായ നിയമനങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പദ്ധതിയുമായി ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഏകദേശം നല്ലൊരു 40-ന് മുകളിൽ വർക്ക് സൂപ്പർ. ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഫിക്സഡ് ഗ്ലാസ് AC എയർ ബസുമായി ജോഷ് ട്രാവൽസ് രംഗത്തെത്തി. എല്ലാ വെള്ളിയാഴ്ചയും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പുറപ്പെടുന്ന ഫിക്സഡ് ഗ്ലാസ് AC എയർ ബസിന് 41 സീറ്റുകളാണ് ഉള്ളത്. ഇടുക്കി ജില്ലയിൽ ആദ്യത്തെ ഫിക്സഡ് ഗ്ലാസ് AC എയർ ബസുമായി ജോഷ് ട്രാവൽസ്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ജോഷ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ആദ്യമായി ഇടുക്കി ജില്ലയിൽ ഫിക്സഡ് ഗ്ലാസ് എയർ ബസ് നിരത്തിലിറക്കിയിരിക്കുന്നത്. ഷാലോ ഫെസ്റ്റിവൽ മൂവാറ്റുപുഴയിൽ നടന്നു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് ഡയറക്ടറും ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയുമായ ഫാദർ കുര്യാക്കോസ് കച്ചിറമറ്റം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി ഓവേലിൽ ചടങ്ങിൽ സംസാരിച്ചു. ഷാലോം സർക്കുലേഷൻ മാനേജർ CBP തോമസ് പുല്ലൻപിളാവിൽ നേതൃത്വം നൽകി. തൊടുപുഴ മലബാർ ഗോൾഡിന് സമീപം പാഞ്ചജന്യം കോംപ്ലക്സിൽ മിൽക്കി വൈറ്റ് നാച്ചുറൽ ഫ്രൂട്ട് ഐസ്ക്രീം ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ പള്ളി വികാരി ഫാദർ ജോസ് മോനിപ്പള്ളി വെഞ്ചരിപ്പ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷീജ ജയൻ, മാനേജിംഗ് ഡയറക്ടർമാരായ പാപ്പച്ചൻ അടപ്പൂർ, ജോൺസൺ ജോസഫ്, സാജു മാത്യു, റോബിൻ മാത്യു, അലോൺ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സ്വന്തം ഫാമിലെ പാലുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഐസ്ക്രീമാണ് മിൽക്കി വൈറ്റ് വിപണിയിലെത്തിക്കുന്ന മിൽക്കി വൈറ്റ് കമ്പനിയുടെ തൊടുപുഴയിലെ ഷോപ്പാണ് മിൽക്കി വൈറ്റ് നാച്ചുറൽ ഫ്രൂട്ട് ഐസ്ക്രീം ഷോപ്പ്. ഭക്ഷണം നേടുവാൻ ആദ്യത്തോട് കൽപ്പിച്ച നീതിമാന ദൈവമേ, ഞങ്ങളുടെ അധ്വാനം ബുദ്ധിമുട്ടുകളും ഫലദായകമാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാകുന്നു.